നമ്മുടെ കൊച്ചിയിലെ 5 ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു അടിപൊളി തട്ടുകട പരിചയപ്പെട്ടാലോ? ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കപ്പ ബിരിയാണിയാണ് കേട്ടോ. ഇതുകൂടാതെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട്. കറികളായിട്ട് കടലക്കറി, ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ കൊച്ചി സ്പെഷ്യൽ വറുത്തരച്ച പോട്ടിക്കറി. ഫ്രൈ ഐറ്റംസ് ആയിട്ട് ബീഫ് ഫ്രൈയും ചിക്കൻ കൊണ്ടാട്ടും. നമ്മൾ എന്നപ്പോ സമയം വൈകിയുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ തീർന്നിട്ട്. കടയുടെ പേര് തിങ്കളവധി എന്നാണ് കേട്ടോ. കടയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയത് രാത്രി 10 മണിക്കാണ്. ആ സമയത്തും ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവരുടെ സ്റ്റാർട്ടിംഗ് ടൈം വരുന്നത് വൈകിട്ട് 6 മണിക്കാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിക്കണം എന്നുള്ളവർ ഒരു 8 മണിക്ക് മുന്നേ തന്നെ എത്താൻ നോക്കണം കേട്ടോ. കാരണം 8 മണിക്ക് മുന്നേ തന്നെ ഇവരുടെ ഒരുമാതിരി സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കാലിയാവാൻ തുടങ്ങും. നമ്മൾ ചെന്നപ്പോൾ തന്നെ പുട്ടും ബീഫ് കറിയും, പുട്ടും പോട്ടിക്കറിയും, പുട്ടും ചിക്കൻ കറിയും പറഞ്ഞു കേട്ടോ. പിന്നെ ഫ്രൈ ഐറ്റമായിട്ട് ഒരു ചിക്കൻ കൊണ്ടാട്ടവും പറഞ്ഞു. ഇത് ആ പുട്ടിലേക്ക് ആ ബീഫ് കറി ഒഴിക്കുമ്പോൾ കണ്ടോ, നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. അതേപോലെ തന്നെ അപാര ടേസ്റ്റ്. ഇവരെല്ലാവരും തന്നെ പലവിധ ജോലിക്ക് പോകുന്നവരാണ് കേട്ടോ. അതിനിടയിലാണ് 3 മാസം മുമ്പ് ഈ തട്ടുകട ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുട്ടും വറുത്തരച്ച പൊട്ടിക്കറിയും പിന്നെ പറയേണ്ടതില്ലല്ലോ, അപാര ടേസ്റ്റാണ്. ഇവരുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ കൊച്ചിക്കാരുടെ ഇടയിൽ പെട്ടെന്ന് കയറി ഇവരങ്ങോട്ട് ഹിറ്റായിട്ടോ. ജോനൂട്ടൻ സാധാരണ പുട്ട് കഴിക്കാത്തതാണ് കേട്ടോ. ഞങ്ങളെ ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിൽ അവനും കൂടെ കൂടി അടിപൊളിയായിട്ട്. നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ചൂടൻ ചിക്കൻ കൊണ്ടാട്ടം വന്നിട്ടോ. ഈ ആവി പറക്കണ പുട്ടും ആ ചിക്കൻ കൊണ്ടാട്ടം അടിപൊളിയാണ്. നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറി കഴിച്ചു നോക്കാൻ മറക്കല്ലേ. ഇവിടുത്തെ പുട്ടും ബീഫും അതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ബീഫ്, അതും ആ പുട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഇവരുടെ സർവീസും ഫുഡ് ക്വാളിറ്റിയും എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ഇത് ഏതാ സ്പോട്ട് എന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണങ്കാട്ട് പാലം ഇറങ്ങുമ്പോൾ എടക്കൊച്ചിയിലാണ്. ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ശരി, ഇപ്പം പോയിട്ട്